ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിഗ്മേൻ്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർഫേസും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി എങ്ങനെയാണ് ഫിഗ്മ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് വീഡിയോ ജസ്റ്റ് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഫിഗ്മേൻ്റെ ഇൻസൈഡിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബിഗിനർ ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിഗ്മയിൽ വർക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഫിഗ്മേൻ്റെ കുറച്ച് ടെംപ്ലേറ്റ്സുകളുണ്ട്. ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ടോപ്പ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പം മാക് OS യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ടോപ്പിൽ വരുന്ന ഫിഗ്മാൻ്റെ നോർമൽ മെനൂസ് ഉണ്ട്, മെനു ബാർ ഉണ്ട് ടോപ്പിൽ. അതായത് ഫിഗ്മ, പിന്നെ അതിൻ്റെ ഫയൽ, എഡിറ്റ്, വ്യൂ, വിൻഡോ, ഹെൽപ്പ് എന്ന് പറയുന്ന നോർമൽ മെനൂസ് നമുക്ക് ടോപ്പിൽ കാണാം ഈ ഒരു ഏരിയയിൽ. പിന്നെ താഴത്ത് വരുമ്പോൾ നമുക്ക് ഫിഗ്മേൻ്റെ ഹോം ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന പേജസും ഉണ്ട്. ഓക്കെ, നമ്മൾ എടുക്കുന്ന പേജസും ഉണ്ട്, ഹോം ബട്ടണും ഉണ്ട്. പിന്നെ ഈ സൈഡ് ബാറിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ക്രിയോടോപ്പി എന്ന് പറഞ്ഞ് നമ്മൾ പേര് കൊടുത്തുകൊണ്ട് ആ ഒരു സെക്ഷൻ കാണാം. അതിൽ നമുക്ക് തീംസ് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ സെറ്റിങ്സ് ഉണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി പ്രൊഫൈൽ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഞാനൊരു ഫിഗ്മ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു ഫിഗ്മ കൂടെ ഇതിൽ നിന്ന് സെയിം ഫിഗ്മ അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ യൂസ് ചെയ്യാം. അതാണിപ്പം ഇവിടെ മൾട്ടിപ്പിൾ യൂസറെ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിയോടോപ്പി എന്ന് പറഞ്ഞ് കാണിക്കുന്ന അതാണ് നമ്മളിപ്പോൾ ഇനിഷ്യലി എടുത്തത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെയുള്ള നമുക്ക് പുതിയ യൂസർ ആഡ് ചെയ്യാം, പിന്നെ സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഈ ഒരു ബേസിക് ആണ് ഈ ഒരു ക്രിയോടോപ്പി എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാം, നമ്മളെ ഫയൽസ് കാര്യങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാം ഇതിൽ ഡ്രാഫ്റ്റ് ഉണ്ട്, ഓൾ പ്രൊജക്ട്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓൾ പ്രൊജക്ട്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഇതുവരെ നമ്മളൊരു പ്രൊജക്റ്റും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, നമ്മളിനി പ്രൊജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ തമ്പനയിലായിട്ട് നമുക്കിവിടെ അപ്പിയർ ആവും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഡ്രാഫ്റ്റാണ്. ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് കാര്യം നമുക്ക് ഡ്രാഫ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡർ വൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യണം, ആ പ്രൊജക്റ്റിന് ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ടെങ്കിൽ ആ നെയിം ഒരു ഫോൾഡർ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ സെറ്റ് ഓഫ് പേജസോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊജക്ട്സോ നമുക്ക് ചെയ്യാം. അതായത് ഗ്രൂപ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രാഫ്റ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അതായത് ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ റാൻഡമായിട്ട് നമുക്ക് എനി ഓഫ് പ്രൊജക്റ്റ് നമുക്ക് റാൻഡമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എല്ലാം നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു പ്രൊജക്റ്റ് നെയിമിൻ്റെ, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ABC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രീലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫ്രീലാൻസ് പ്രൊജക്റ്റ് ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം എല്ലാം റാൻഡമായിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ ഡ്രാഫ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പ്ലാൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. പിന്നെ ഉള്ളത് ടീം പ്രൊജക്റ്റ്. ഈ ടീം പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീമിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ അങ്ങനെയും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് താഴെ കാണാം എക്സ്പ്ലോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ എക്സ്പ്ലോർ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് റിസോഴ്സസുകളും പിന്നെ ഫിഗ്മാൻ്റെ ടെംപ്ലേറ്റ്സുകളും പിന്നെ അതുപോലെ UI കിറ്റ്സും പ്ലഗിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുക ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ്സോ അല്ലെങ്കിൽ ഒരു ലോഗിൻ പേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളെപ്പോലുള്ള ഡിസൈനേഴ്സ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അത് കമ്മ്യൂണിറ്റിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അതാണ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഫിഗ്മാൻ്റെ ബേസിക് ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നത്. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രാഫ്റ്റും ഉണ്ട്, അതുപോലെ ഡിലീറ്റഡും ഉണ്ട്. അപ്പം ഫിഗ്മാൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വൺ ടൈം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഡിലീറ്റഡ് സെക്ഷനിലേക്ക് പോകും. അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫയൽ ജസ്റ്റ് ഒരു ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ മിസ്സാവില്ല.
അത് എപ്പോഴും ഡിലീറ്റഡിൽ പോയി കിടക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വൺസ് ഒന്നും കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ്ലി, അതായത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവും. പിന്നെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണാം ഓൾ ഫയൽസ് ആക്സസ് ചെയ്യാം. പിന്നെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ വ്യൂ ലിസ്റ്റോ അല്ലെങ്കിൽ ഗ്രിഡ് മോഡോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസൈഡ് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുകയാണ്. ക്രിയേറ്റ് ന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിസൈൻ ഫയൽ ഉണ്ട്, അതുപോലെ ഫിഗ്മ ജാം ഉണ്ട്, അതുപോലെ സൈഡ് ഡെക്ക് ഉണ്ട്, പിന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഒരു ഡ്രാഫ്റ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ആ ഒരു സെക്ഷനിലായിരിക്കും നമ്മളെ പ്രൊജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ആയി വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കുള്ള ഫിഗ്മ ജാം ബോർഡാണ്. അതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്കെച്ചസ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു നോട്ട് പാഡൊക്കെ പോലെ നമുക്ക് കാര്യങ്ങൾ കുറിക്കാനും കാര്യങ്ങളൊക്കെ അതിനൊക്കെ യൂസ്ഫുള്ളാണ് ഫിഗ്മ ജാം. പിന്നെ ഈ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു UX ഡിസൈനർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിഗ്മ ജാം. ഓക്കെ, അതൊരു പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഐഡിയാസൊക്കെ ഗ്യാദർ ചെയ്യാനും ഐഡിയാസൊക്കെ കളക്ട് ചെയ്യാനും കുറച്ചും കൂടി ഫിഗ് ജാം നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഇതിൽ സൈഡ് ഡെക്ക് മെയിൻലി എന്ന് പറയുന്നത് നമുക്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ കീ നോട്ടൊക്കെ പോലെ നമുക്ക് സൈഡ് ഡെക്കായിട്ട് നമുക്ക് മീറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്ലൈഡ് ഡെക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വേറെ ഏതെങ്കിലും ഫിഗ്മ ഫയലിൽ നിന്ന് നമുക്ക് ഫിഗ്മ ഫയലായിട്ട് നമ്മൾ ലോക്കൽ മെഷീനിലേക്ക് സേവ് ചെയ്ത ഫയൽ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിഗ്മാൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഫിഗ്മാൻ്റെ ഇൻ്റർഫേസ് ഫസ്റ്റ് കാണുന്നവർക്ക് ഞാൻ കംപ്ലീറ്റ്ലി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏറ്റവും മുകളിൽ കാണുന്ന നമുക്ക് ഹോം ഐക്കൺ ഉണ്ട്. ഓക്കെ, ഹോം ഐക്കൺ ഉണ്ട്. പിന്നെ ഈ ഹോം ഐക്കൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോമിലേക്ക് സ്വിച്ച് ചെയ്യാം, പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി കണ്ട ആ ഒരു പേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ഹോം ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഗ്ലോബ് ഐക്കണാണ്. ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ നെയിമാണ്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോഴുള്ള ക്യാൻവാസ് നിൽക്കുന്ന പ്രൊജക്റ്റാണത്, അതായത് ക്രിയോട്ടോപ്പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പേജിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ട് താഴത്താണ് നമ്മളെ ഫിഗ്മേൻ്റെ മെനൂസ് വരുന്നത്, അതായത് ഫിഗ്മ ടൂൾസുകൾ വരുന്നത് ഈ താഴത്താണ്. അപ്പോൾ ഈ ടൂൾസുകളാണ് ഫിഗ്മയിൽ ആകെ കൂടിയുള്ളൂ. അപ്പോൾ ഈ ടൂൾസ് എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ്. ഓക്കെ, നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾസ് മതി. ഓക്കെ, ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗ്മാൻ്റെ ഐക്കണാണ്, ഡ്രോപ്പ് ഡൗൺ. അതിൽ നമുക്ക് ഫിഗ്മാൻ്റെ നോർമലി കാണുന്ന എല്ലാ മെനൂസും ഫയൽ, അതിൽ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെയുള്ള നോർമലി ഫിഗ്മ മെനൂസാണത്. ഓക്കെ, പിന്നെ രണ്ടാമത് വന്നിട്ട് മൂവ് ഐക്കണാണ്. അപ്പോൾ മൂവ് ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനും അതുപോലെ അസറ്റ്സുകളും എലമെൻറ്റ്സൊക്കെ മൂവ് ചെയ്യാനുള്ള നോർമൽ മൂവ് ടൂളാണത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഫ്രെയിം. ഇതെന്ന് പറയുന്നത് ഫിഗ്മ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രെയിം ബേസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററോ എനി കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ക്യാൻവാസ് കിട്ടും. ആ ക്യാൻവാസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഫിഗ്മയിൽ എന്ന് പറയുന്നത് ഫ്രെയിമാണ്. അപ്പം ഈ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത് എപ്പോഴും ബ്ലാങ്ക് ആയിരിക്കും. നിങ്ങൾക്ക് ക്യാൻവാസിൽ വർക്ക് ചെയ്യുക, ഇനി ഫിഗ്മ എന്ന് പറയുന്ന ഫ്രെയിമിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഐഫോൺ സ്ക്രീന് ചെയ്യണമെങ്കിൽ ആ സ്ക്രീൻ എന്ന് പറയുന്നത് ഫ്രെയിം ആയിരിക്കും. ഇനി വെബാണെങ്കിൽ വെബിൻ്റെ ഫ്രെയിം ആയിരിക്കും. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഫ്രെയിം സൈസ് ഉണ്ടാവും. ഇപ്പം മൊബൈലാണെങ്കിൽ ഇത്രയാണ്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇതാണ് ഫ്രെയിം. അപ്പോൾ ആ ഒരു ഫ്രെയിമാണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പം ജസ്റ്റ് മൈൻഡിൽ വെക്കുക, ഫ്രെയിം എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഫ്രെയിം ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഷേപ്സ് ടൂളാണ്. ഷേപ്സ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് നോർമലി, അതായത് നമുക്ക് നമ്മളെ വർക്കിന് ആവശ്യമായ എല്ലാവിധ ഷേപ്സും ഇതിൽ അവൈലബിൾ ആണ്. അതായത് റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ക്വയർ ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, എല്ലാ ഷേപ്സും ഇതിൽ അവൈലബിൾ ആണ്. ആരോ ലൈൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഷേപ്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് പെൻ ടൂളാണ്. പെൻ ടൂൾ എന്ന് പറയുന്നത് നോർമലി ഡ്രോ ചെയ്യാനാണ് നമുക്ക്. അതുപോലെ പെൻസിലും പെൻ ടൂൾ നമുക്ക് നോർമലി ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ടെക്സ്റ്റ് ടൂളാണ്. ടെക്സ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നോർമലി ടൈപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ടൂളാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രിഡ്
ഐക്കണാണ്. കോമ്പണൻസും അതുപോലെ വിഡ്ജറ്റും പ്ലഗിൻസും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് മൈൻഡിൽ വെക്കുക, ഇതെന്ന് പറയുന്നത് നമുക്ക് വിഡ്ജറ്റും പ്ലഗിൻസും ഒക്കെ സെർച്ച് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നെയുള്ള ഒരു ഹാൻഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ക്യാൻവാസിലുള്ള സാധനങ്ങൾ നമുക്ക് മൂവ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ആക്സസിബിളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് ടൂള്. പിന്നെ ഉള്ളത് കമൻറ്റ് ടൂളാണ്. കമൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഡിസൈൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഷെയർ ചെയ്യുമ്പോൾ ഇന്ന സാധനമാണെന്നുള്ള ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ ക്ലയൻറ്റ്സിന് തിരിച്ച് നമുക്ക് ഫീഡ്ബാക്ക് തരാനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കമൻറ്റ് ടൂൾ. ഓക്കെ, ഇതാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയ. പിന്നെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ നമുക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളെ ഫിഗ്മ അക്കൗണ്ട് ഇപ്പോഴുള്ള അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഷെയർ ചെയ്യാൻ, നിങ്ങളെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണത്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലയൻസിനും നമുക്കൊക്കെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഷെയർ ബട്ടണാണ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവ് മോഡാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡെവ് മോഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇൻ്റർഫേസ് മാറുക. അപ്പോൾ അത് നമ്മൾ പഠിക്കും, ലാസ്റ്റ് സൈഡിലാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അതാണ് ഡെവ് മോഡ്. പിന്നെയുള്ള ലൈബ്രറീസ്, നമ്മളെ കോമ്പണൻസും നമ്മളെ ഡിസൈൻസും ഒക്കെ നമുക്ക് ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ലൈബ്രറി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിനെ പ്ലേ ചെയ്യാം. പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത സാധനം നമുക്ക് പ്രിവ്യൂ കാണാം, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയും. ഫിഗ്മയിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് തന്നെ അതിന് പറയാം. അതിന് നമ്മൾ ചെയ്ത സ്ക്രീനൊക്കെ പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ആക്ച്വൽ വ്യൂ എങ്ങനെയാണ് കാണുന്നത് ഈ പ്ലേ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ സ്ക്രീൻ സൈസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 100% നോർമൽ എല്ലാ ആപ്ലിക്കേഷനുള്ള പോലെ നമുക്ക് സ്ക്രീൻ ഫിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇനി ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതെന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഏരിയ ആണ്. ഈ പ്രോപ്പർട്ടി ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഫിഗ്മയിൽ എന്തൊരു ഒബ്ജക്റ്റോ എന്തോ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അപ്പിയർ ആവുന്ന ഈ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, ഇപ്പോൾ കളേഴ്സ്, ഫോണ്ട് സൈസ് കാര്യങ്ങൾ, അതുപോലെ സ്പേസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ്, റൈറ്റ് സൈഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ആണ്, ഈ പ്രോപ്പർട്ടീസ് ഏരിയ ആണ് ഈ ശരിക്ക് ഈ റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിളോ എന്തോ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഈ റൈറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നലെ പോയിട്ട് ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരുടെ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, അത് ജസ്റ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, എങ്ങനെ ബേസിക്കായിട്ട് നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് ടൈം കാണാം. സീ യു ബൈ ഗൈസ്.